ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിതാ വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഐഷുവിനെ ഇൻട്രോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവൾക്ക് വലിയ ഡിമാൻഡ് ഗൈസ്, എന്നെ അപമാനിച്ചു വിട്ടു. വായിൽ ചോറും പിടിച്ചിട്ട് ഫോണും നോക്കി ഇരിക്കുക. പുട്ടുംപഴ അത്ര ഗൈസ്. എടുത്തക്കടി പറ്റില്ല, എപ്പോൾ എടുത്തേക്കണം? എടുത്തേക്കാനാ പറഞ്ഞത്. ഒരു മിനിറ്റ് ഇല്ല, എടുത്തേക്ക് 2 മിനിറ്റില്ല, എടുത്തേക്ക് ഐഷു, എടുത്തേക്ക്. ആ, എൻ്റെ കുട്ടി നല്ല പറഞ്ഞ അനുസരണമുള്ള കുട്ടിയാണ് ഗൈസ്. തെളിയിച്ചിരിക്കുന്നു. ഗുഡ് ഗേൾ. ഒരാൾ ഇവിടെ ഗൈസ് പാലും കുടിച്ച് കിടക്കാണ്. ഏടാ ആരപ്പത്? അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ തീരുമാനിച്ചു കൂട്ടാം. ഇപ്പോൾ രാവിലെ നേരം വൈകി എണീക്കുന്ന കാരണം കൊണ്ട് തന്നെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ തിന്നണ സമയത്ത് ഞാൻ അറിയാറുള്ളൂ കേട്ടോ. രാത്രി ഉറക്കില്ല, നേരം വെളുത്തിട്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുക. ഇപ്പോഴത്തെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പുട്ടിൽക്ക് കറിനെയും കാട്ടി ഇഷ്ടം പഴം ഇതുപോലെ ഇങ്ങനെ കുഴച്ച് കഴിക്കുന്ന കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഐഷുവിന് സ്കൂളിൽ മലയാളം സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വണ്ടി വരുന്ന നേരത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഇസോട്ടനെ കുളിപ്പിച്ചപ്പോൾ ആ സുഖത്തിൽ കിടന്നിട്ട് കുറേ നോയിനിമാക്ക് വെച്ച് കൊടുത്തിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അവനെ കൊടുന്ന് ഒരുക്കി റെഡിയാക്കിയിട്ട് അവനെ കിടത്തി ഉറക്കിയിട്ടാ. കാരണം ഞങ്ങൾക്ക് രാത്രി ഉറക്കമില്ലാത്ത കാരണം ഞങ്ങൾ രാവിലെ ഇതുപോലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഉറങ്ങുവേ. ഇതാണ് ഗൈസ് റഫി. അവൾ എന്റെ കുട്ടീനെ കാണാൻ വന്നതാണ് ഗൈസ്. ഗ്ലാമറസ് സുന്ദരിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ കൂടെ MLTക്ക് പഠിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അവൾ. അപ്പോൾ അവൾ എൻ്റെ ബേബിനെ കാണാൻ വന്നിട്ട് ഫ്രണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഇപ്പോഴാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്നെ അവൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ബിരിയാണി, ചിക്കൻ റോസ്റ്റ്, പിന്നെ ജ്യൂസ്, അങ്ങനെ ഐറ്റംസൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്തു. പിന്നെ ഇപ്പോൾ അവർ നമ്മളും കഴിക്കുന്നു, നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മളങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ ഉപ്പ കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഉപ്പ കഴിക്കുന്നത് നമ്മൾ എടുത്തു. ആണ് വ്ളോഗ്. വണ്ടി പോട്ടെ. ഞാൻ കേറുന്നു. അപ്പം ഞങ്ങളിപ്പോൾ എവിടേക്കായി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവൾ വന്ന താപ്പിനൊന്ന് എരുമപ്പെട്ടി വരെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. മോനിക്ക് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, ക്യാരറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അത്രയും ദൂരം നടന്നു പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഇവൾ വന്ന താപ്പിന് വെള്ളം കൂടാണ്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ ഐറ്റംസൊക്കെ വാങ്ങി വീട്ടിലേൽപ്പിച്ച്, പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും മസ്ക് ഇട്ടിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടാ. ഞങ്ങൾ പാടത്തേക്കൊക്കെയാണ് പോണത്. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. ഇതാണ് പാടം, അനശ്വര പാടം. എന്റെ പാടൊന്നല്ലടി, ആവശ്യം പറയരുത്. അതിന്റെ ഓണർ കേക്കണ്ട. അങ്ങനെ അവൾ വന്നപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു കിട്ടാം. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കാണാൻ വരുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു തള്ള വൈബ് ഒന്ന് ഇടയ്ക്ക് മാറി കിട്ടാറുണ്ട്. പിന്നെ അവർ പോയ വീണ്ടും ആ ഒരു തള്ള വൈബിലേക്ക് നമ്മൾ തിരിച്ച് വരാറുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവർ ചായയൊക്കെ കുടിച്ചിട്ട് അവർ പോയിട്ടാ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാം അതൊക്കെ ഉള്ളൂ കേട്ടോ.